अदालत में पेश किए गए गवाहों के मुताबिक पार्टी महिला मोर्चा सेक्रेटरी अंबिका की मौत മഹിളാ മോർച്ചയുടെ സെക്രട്ടറി ആയിരുന്ന അംബികയുടെ മരണത്തിനിടയാക്കിയ സ്ഫോടനം പിറന്നാൾ ആഘോഷ സമയത്ത് പ്രതി സിദ്ധാർത്ഥ സമ്മാനിച്ച സ്വീറ്റ് ബോക്സിൽ നിന്നുണ്ടായതല്ലെന്നുള്ള പ്രതിഭാഗം അഭിഭാഷകന്റെ വാദം നിലനിൽക്കത്തക്കതല്ല. പ്രതിയും കൊല്ലപ്പെട്ട അംബികയും തമ്മിലുള്ള അടുത്ത ബന്ധവും മരണസമയത്ത് അംബിക ഗർഭവതിയായിരുന്നു എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പ്രതിഭാഗം വാദത്തെ ദുർബലമാക്കുന്ന ഘടകങ്ങളാണെന്ന ട്രയൽ കോടതിയുടെ നിരീക്ഷണം സാധുവാണ്. IPC 302 വകുപ്പനുസരിച്ച് ജീവപര്യന്തം കഠിന തടവിനും ദി എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് സെക്ഷൻ 4 അനുസരിച്ച് 3 വർഷം കഠിന തടവിനും ശിക്ഷാർഹനാണെന്നുള്ള ട്രയൽ കോടതിയുടെ വിധി ഹൈക്കോടതി സ്ഥിരീകരിച്ചതിനെ പുനഃപരിശോധിക്കേണ്ടതില്ലെന്ന് ഈ കോടതി കാണുന്നു. ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നിനക്ക് വേണ്ടി ഈ കൈകളും ഞങ്ങളുടെ ജീവനുമുണ്ട്. बेचा था, उसमें 2 आदमी को बीमारी है, उसके लिए नहीं बेचना पाए. ठीक है. ले जाओ इसे. खोलो. चलो अंदर. नाम क्या है? बता, नाम क्या है? സിദ്ധാർത്ഥ, ഇവിടെ വന്ന് നേതാവ് കളിക്കരുത്. നീ അടിച്ച് നിന്റെ തല ഞാൻ പറിച്ചോളയും. അന്തർഗതോ കേസ് പത്രത്തിൽ വായിക്കാറുണ്ടായിരുന്നു. ഞാൻ കാസിം, മലപ്പുറത്തുനിന്ന. 20 കൊല്ലായി ഇവിടെ. साला शहरा देख खून करके अंदर आया. ये इस आदमियों का खून करने का हिम्मत कैसा होगा? तुम 8 आदमियों को खून क्यों किया रे? अरे गोच्छू, अगर 8 आदमियों का खून नहीं करे तो इतना नाम कैसा आया? अरे भाई, நீ 8 தான் பண்ணிருக்க, நான் 10 பண்ணிருக்கேன்டா. வெளியே போறேன், இன்னும் 4 கொலை பண்றதுக்கு. अबे तूने जो किया है उसके बारे में मत बोल. तू जानना चाहता है कि मैं कौन हूँ? साले जाकर चेलर कलीमुल्ला से पूछ. அவங்க அப்பனை போய் கேளு. அவங்க அப்பனை கேளு. 10 கொலை பண்ணு. या अल्लाह मेरे गुनाहों को माफ कर दे परवरदिगार. या अल्लाह मुझे कारोबार में बरकत दे परवरदिगार. आमीन. You file a counter statement on 20th of this month and ask the party to come over here. Okay sir. നിയമത്തിൽ ഇനി ഒരു പഴുതുമില്ല. തെളിവുകളെല്ലാം വളരെ സ്ട്രോങ് ആണ്. മിസ്സിസ് നായർക്ക് അറിഞ്ഞൂടെ നാം എത്ര ശ്രമിച്ചതാണ്.
എത്ര വാതിലുകൾ നമ്മൾ കയറിയിറങ്ങി നടന്നതാ. ഇനിയിപ്പോ എന്ത് നടക്കാനാ? ക്യാപിറ്റൽ പണിഷ്മെന്റിൽ നിന്ന് ഊരിപ്പോന്നോർത്ത് സമാധാനിച്ചാട്ടെ. जानते हो तुमको इस राती की कीमत कितना? 1 लाख। जल्दी आओ। பார்க்க மட்டும்தான் முடியும். இதை பத்தி பேசவே கூடாது. जल्दी यार। चलो आगे। मजाज करो यार। मालिश करो कर। साला मारो मारो अच्छा मारो आजा आजा पक पक आजा अंडा मार के पिसाओ रे मारो मारो अच्छा मारो पारो रे रोटी पिला के खाएंगे अच्छा पिसा के मिला के खाएंगे मारो मारो रोटी पिला के खाएंगे। चल ले। सब्जी में झिंगुर मरा पड़ा है, इसे मैं कैसे खाऊं? सवाल करता है बदमाश, खा खा साले खा, मुझे ये खाना पड़ेगा खा वर्ग बचे खा। അയാൾ ചോദിച്ചതിൽ എന്താ തെറ്റ്? ഇവിടുള്ള തടവുകാർ മൃഗങ്ങളല്ല,
ഈ അവന് വേണ്ടി വക്കാലത്ത് പറയോടാ. ഈ പറയോടാ. പാവപ്പെട്ട തടവുകാർക്ക് പുഴുവരിച്ച പൂത്ത റൊട്ടിയും കൂത്താടി മുട്ടയിട്ട ചാക്കട വെള്ളവും ജയിലിലെ തമ്പ്രാക്കന്മാർക്ക് ചിക്കൻ ലെഗും ബിസ്ലറി വാട്ടറും. മിസ്റ്റർ ജയിലർ, why this discrimination? Haves and have nots. I will tell you. Come on! Silence! നീ പുഴുവരിച്ച പൂത്തറൊട്ടി തിന്നത്തില്ല അല്ലേ? നീ തിന്നും ചത്ത എലി. तुम नहीं कहते क्या? तुम ये भी कहेगा पी भी कहेगा. साला സിദ്ധാർത്ഥയുടെ ശിക്ഷ ശരിവെച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിയെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? എന്റെ രാജ്യത്തെ കോടതികളെ കുറിച്ച് എനിക്ക് അഭിമാനം തോന്നുന്നു. സിദ്ധാർത്ഥ അങ്ങ് വലുതാക്കിയ ഒരാളല്ലേ? എന്ന് കരുതി അവൻ ചെയ്ത കൊലപാതകത്തിന് ഞാൻ കൂട്ടിരിക്കണോ? രാഷ്ട്രീയത്തിൽ ബന്ധങ്ങളുടെ സ്വാർത്ഥത എന്നെ സ്വാധീനിക്കാറില്ല. സാർ, അക്രമ രാഷ്ട്രീയത്തെ കുറിച്ചുള്ള ശർമ്മ കമ്മീഷൻ റിപ്പോർട്ട് വരുന്ന മൺഡേ സമർപ്പിക്കുവാൻ പോവുകയാണ്. വാട്ട് ഈസ് യുവർ പാർട്ടി സ്റ്റാൻഡ് ഓൺ ദാറ്റ്? വി വെൽക്കം ഇറ്റ്. വി ഓൺലി അപ്പോയിന്റഡ് ദി കമ്മീഷൻ. അത് പ്രതിപക്ഷത്തിന്റെ ശല്യം എടുത്തിട്ടല്ലേ? കുറുക്കന്മാർ ഓരിയിരുന്ന കേട്ട് സിംഹങ്ങൾ ഞെട്ടാറില്ല. നോ മോർ ക്വസ്റ്റ്യൻസ്. എന്തായി മാഷേ? സർ, ജസ്റ്റിസ് ശർമ്മ വഴങ്ങുന്നില്ല. ഞാൻ വേറൊരു വഴിക്ക് നീങ്ങാൻ ഇറങ്ങുകയായിരുന്നു. റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് വിചാരിച്ച് ഇത്ര പേടിക്കാനെന്തിരിക്കുന്നു? ശർമ്മ കൈവോങ്ങുന്നത് പാർട്ടിക്കും അങ്ങേക്കുമെതിരെയാണ്. അംബിക രത്നത്തിന്റെ മർഡർ കേസ് ആ റിപ്പോർട്ടിൽ വിശദമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. സർ, സിദ്ധാർത്ഥയെ നിരപരാധിയാക്കിയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി ജീവപര്യന്തം നെറ്റിക്കൊട്ടിച്ച് ജയിലിൽ കിടന്ന് മൂട്ടകടി കൊള്ളുന്ന അവനിനി എന്തോന്ന് ഉലുത്താനാ? ശർമ്മയെ ഒതുക്കിക്കൊള്ളാമെന്ന് തൈക്കാട് മാസ്റ്റർ ഏറ്റതല്ലേ? അയാളോടൊന്ന് സംസാരിക്കാൻ പോയിട്ട് അകത്ത് കടത്തിയില്ല. നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. പിന്നല്ലാതെ. സർ, നിസ്സാരമായി തള്ളരുത്. ജനറൽ മിശ്രയെ വധിച്ച് അയൂബ് ഖാൻ ഇപ്പോൾ ഇന്റർപോളിന്റെ കസ്റ്റഡിയിലുണ്ട്. അയാളുടെ ഒരു കൺഫെഷനും ശർമ്മയുടെ റിപ്പോർട്ടിലുണ്ട്. 95 സ്വീഡനിൽ വെച്ച് അങ്ങ് അയൂബുമായി നടത്തിയ കപ്പൽ യാത്രയിലെ ഏതാനും ഫോട്ടോഗ്രാഫ്സ് അയാളുടെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞു. മിസ്റ്റർ കരീമുള്ള, ശർമ്മ കമ്മീഷൻ റിപ്പോർട്ട് ഫൈനൽ സ്റ്റേജിലാണ്. അത് പുറത്തു വരാൻ പാർട്ടി ആഗ്രഹിക്കുന്നില്ല. ഒരു സമുദായത്തിലെ പുരുഷന്മാരെ കൂട്ടത്തോടെ കൊല്ലാനായിരുന്നു പീപ്പിൾസ് പാർട്ടി ഞങ്ങളെ നിയോഗിച്ചത്. 100-100 കശാപ്പ് ചെയ്ത കൈകളാണിത്. ഇപ്പോൾ കുറ്റബോധമുണ്ട്. ഞാനും കുടുംബവും ഭീഷണിയിൽ കഴിയുകയാണ്. റിപ്പോർട്ടിൽ എന്റെ പേര് എഴുതരുത്. കോബ്ര, ജൽദി ആओ, देर हो जाता है. മഹാനഗരത്തിലെ ബോംബ് സ്ഫോടനത്തിന് ഉപയോഗിച്ച RDX വിദേശത്തുനിന്ന് കടത്തിക്കൊണ്ടുവന്ന ഞാനാ. എല്ലാം പീപ്പിൾസ് പാർട്ടിക്ക് വേണ്ടിയായിരുന്നു. പിടികൂടിയപ്പോ പാർട്ടിയും നേതാവും കൈ കഴുകി. ഞാൻ വെച്ചിട്ടുണ്ട്.
आप जाओ, आगे बढ़ो, जल्दी जाओ। तेरी क्या बीमारी? आंख में दर्द साहब। नेक्स्ट, तुझे क्या है? सर्दी है साहब। नेक्स्ट, आगे बढ़ो। नेक्स्ट, तेरी क्या बीमारी? पेट दर्द। तुझे क्या है? ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ഒ വിജയ. അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പാർലമെന്റ് നിയോഗിച്ച റിട്ടയർഡ് ജസ്റ്റിസ് ടി.എൻ. ശർമ്മ അജ്ഞാതരായ ക്രിമിനൽ മാഫിയയാൽ ആക്രമിക്കപ്പെട്ടു. ഈ സംഭവത്തോട് പ്രതികരിച്ചുകൊണ്ട് പീപ്പിൾസ് പാർട്ടി പ്രസിഡന്റ് ശ്രീ ജ്യോതികൃഷ്ണ വരാനിരിക്കുന്ന പൊതുതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രതിപക്ഷം പീപ്പിൾസ് പാർട്ടിയുടെ പ്രതിച്ഛായ തകർക്കാൻ നടത്തുന്ന ഒരു ആസൂത്രിത ശ്രമത്തിന്റെ ഭാഗമാണ് ഈ നടപടിയെന്ന് ഡൽഹിയിൽ പ്രസ്താവിച്ചു. ഇന്ത്യയിലെ പുതിയ ജപ്പാൻ സ്ഥാനപതി ശ്രീ എഗൂച്ചി കവാബത്ത ജസ്റ്റിസ് ശർമ്മയെ ആക്രമിച്ചത് ഇന്നലെ രാത്രി ഇവിടുന്ന് പുറത്തുപോയ തടവുകാരല്ലേ? തടവുകാര് പുറത്തുപോയോ? ഇന്നലെ രാത്രി തടവുകാരെയും കൊണ്ട് വാട്ടർ ടാങ്കർ പുറത്തു പോകുന്നത് ഞാൻ കണ്ടു. നീ കണ്ടിട്ടില്ല? എന്റെ കണ്ണ് കള്ളം പറയില്ല. ഇനി നിന്റെ കണ്ണുകൾ കള്ളം പറയും. क्या ये दवा आप मेरे पति को दे सकते हैं? मुझे पैसा दोगी तो मैं दे सकता हूँ। पिछली बार दिया था ना पैसा? वो तो पिछली बार का था ना, अभी पैसा निकालो। पैसा निकालो। जाओ. ൂക്കിക്കൊല്ലാനിട്ടിരിക്കുന്നവനാ മരുന്ന്. एक आदमी जाओ। जाओ, ले जाओ इसे। അമ്മ കാണാൻ വന്നിട്ടുണ്ട്. മോനെ കാണണോ? പൈസ ഇല്ല. പൈസ ഇല്ലേ? കള്ളെ ശരിക്കൊന്ന് കണ്ടോ? ചിലപ്പോ ഇനി കാണാൻ ഒത്തില്ലെങ്കിലോ? എന്ത് പറ്റും മോളെ? എന്റെ ഈശ്വര, എന്റെ മോൻ എന്ത് തെറ്റ് ചെയ്തു? അമ്മേ, അമ്മേ,
നിന്റെ തള്ള ചത്തു. ചെയ്യാത്ത കുറ്റത്തിന് എന്നെ കൊലച്ചോറൂട്ടിയിട്ട് എന്റെ അമ്മയുടെ ചിതയുടെ മുന്നിൽ നിന്ന് നാടകം കളിക്കരുത്, ചിരിക്കരുത്. ആട്ടിൻ തോലണിഞ്ഞ ചെന്നായുടെ എല്ലും ചതയും ഭസ്മമാക്കുന്നത് വരെ ഈ അഗ്നി അണയില്ല. വേണ്ട,